ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ജിനോ എഴുതിയിരിക്കുന്നൊരു മെയിൽ വായിക്കാം. മാഡം, എൻ്റെ പേര് ജിനോ, PGക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥ പേരല്ല, യഥാർത്ഥ പേര് വെച്ച് എനിക്ക് ഈ വിഷയം പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് മാഡം. എൻ്റെ അച്ഛൻ 4 വർഷത്തിന് മുമ്പ് മരിച്ചുപോയി. പിന്നെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ ചേച്ചിയുടെ കല്യാണമൊക്കെ ഉറപ്പിച്ച് വെച്ചിരുന്നു. പക്ഷേ കല്യാണമൊക്കെ അടുക്കാറായപ്പോഴാണ് അച്ഛൻ മരിച്ചു പോയത്. അതോടുകൂടി അവർ അതിൽ നിന്ന് പിന്മാറി. കാരണം അച്ഛൻ്റെ കുറേ സ്ഥലങ്ങളൊക്കെ തറവാട്ടിൽ നിന്ന് കിട്ടാനുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് കല്യാണം നടത്താമെന്ന് വിചാരിച്ചത്. പക്ഷെ അച്ഛൻ മരിച്ചതോടുകൂടി കാര്യങ്ങളെല്ലാം കുളമായല്ലോ. പിന്നെ ചേച്ചിയുടെ കല്യാണം നടന്നില്ല. അങ്ങനെ അമ്മ ചെറിയൊരു ജോലിക്ക് പോകാൻ തുടങ്ങി. അത് ഒരു കടയിലാണ്. ചേച്ചിയും ഒരു കമ്പ്യൂട്ടർ സെൻ്ററിൽ ജോലിക്ക് പോകാൻ തുടങ്ങി. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ജീവിച്ചത്. പക്ഷേ 2 വർഷത്തിന് മുമ്പ് ചേച്ചിയുടെ സൗന്ദര്യം കണ്ടിട്ടായിരിക്കാം ചേച്ചിക്ക് ഒരു ആലോചന ഇങ്ങോട്ട് വന്നു. ഞങ്ങളുടെ ഒരു ബന്ധു വഴിയാണ്. പക്ഷേ ചെക്കനെ കണ്ടു കഴിഞ്ഞാൽ അത്ര വലിയ സുമാറല്ല, പക്ഷേ ഒത്തിരി സ്വത്തുക്കളുണ്ട്. പിന്നീട് അമ്മ അന്വേഷിച്ചപ്പോൾ ആ ചെക്കന് മാനസികമായ ചെറിയ ചില അസ്വസ്ഥതകൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു പോലും. പിന്നെ ഡിപ്രഷൻ്റെ മരുന്ന് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നുണ്ട്. പക്ഷേ അമ്മ ആ സമയത്ത് ഞങ്ങളോട് പറഞ്ഞത്, മോനെ, നമ്മുടെ കുടുംബം തകർന്നിരിക്കുകയാണ്. ഈ ചെക്കൻ ഇഷ്ടം പോലെ സ്വത്തുള്ളതാണ്. ജോലിക്കൊന്നും പോയില്ലെങ്കിലും അവിടെ തിന്നാനും കുടിക്കാനും ഇഷ്ടം പോലെ വകയുണ്ട്. പിന്നെ മാനസിക രോഗം ഉണ്ടെന്ന് വെച്ചിട്ട് നമുക്കാരും ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. സംസാരിക്കുമ്പോൾ ഇത്തിരി സ്ലോ ആണെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ മരുന്നൊന്നും കഴിക്കുന്നില്ല. എടി, എങ്ങനെയെങ്കിലും നമ്മുടെ കുടുംബം രക്ഷപ്പെടണം എന്നൊക്കെ പറഞ്ഞ് അമ്മ ചേച്ചിയെ ബ്രെയിൻ വാഷ് ചെയ്തു. അങ്ങനെ ചേച്ചി ആ കല്യാണത്തിന് സമ്മതിച്ചു. എനിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. അമ്മ ഒത്തിരി രാത്രികൾ ഞങ്ങളെ കൺവിൻസ് ചെയ്ത ശേഷം ആ കല്യാണം നടന്നു. 2 വർഷമായി. പക്ഷേ അമ്മ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. കാരണം ഇഷ്ടം പോലെ സ്വത്തുക്കളുണ്ട്. ആ വീട്ടുകാർക്ക് എൻ്റെ ചേച്ചിയെ ഭയങ്കര സ്നേഹമാണ്. അളിയെന്ന് പറയുമ്പോൾ മാനസികാവസ്ഥ ഇത്തിരി മോശം തന്നെയാണ്. വയലൻ്റ് ഒന്നുമല്ല. പുള്ളി അധികമൊന്നും ആരോടും മിണ്ടാറില്ല. എവിടെയെങ്കിലും ഇരിക്കും, കഴിക്കും, നിർബന്ധിച്ചാൽ മാത്രം പിന്നെ പോയി എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യും. അത്രയേ ഉള്ളൂ. കാണാൻ ഈ പറഞ്ഞതുപോലെ ഒരു മന്ദബുദ്ധിയാണെന്ന് തോന്നും, അത്രയേ ഉള്ളൂ. വയലൻ്റ് ആകുകയോ അല്ലെങ്കിൽ അമിതമായ സ്നേഹപ്രകടനങ്ങളോ ഒന്നുമില്ല. പക്ഷേ ആ വീട് കൊട്ടാരം പോലെയാണ്. ഒരു പ്രശ്നവുമില്ല. ഇഷ്ടം പോലെ പണമുണ്ട്. എൻ്റെ ചേച്ചിയുടെ അമ്മായിമ്മയിലെ മാസം ചേച്ചിക്ക് 10,000 രൂപയാണ് ചുമ്മാ കൊടുക്കുന്നത്. മോള് പോയി ഷോപ്പിംഗ് ചെയ്തോ, അവിടെ പോ ഇവിടെ പോകുന്നൊക്കെ. ജസ്റ്റ് ഒരു വേലക്കാരുടെ സ്ഥാനം ചേച്ചിക്ക് അവിടെ ഉള്ളെങ്കിലും അവരങ്ങനെയല്ല കാണുന്നത്. ചേച്ചിക്ക് വേണ്ടി ഞങ്ങളുടെ വീടിന് വേണ്ടിയിട്ട് ഒത്തിരി സഹായങ്ങൾ ചെയ്തു. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മാറി മറിഞ്ഞു മാഡം. സൂപ്പർ. ഞങ്ങളിപ്പോൾ കഴിയുന്നത് ഇഷ്ടം പോലെ പണത്തിലാണ്. പണത്തിന് യാതൊരു പഞ്ഞവുമില്ല. 6-7 മാസങ്ങൾക്ക് മുമ്പാണ് രാത്രിയിൽ എൻ്റെ ചേച്ചിയും അമ്മയും കൂടെ അടുക്കളയിൽ നിന്ന് രഹസ്യം പറഞ്ഞത് ഞാൻ ഒളിഞ്ഞു കിട്ടും മാഡം. ഭർത്താവിനെ കൊണ്ട് ഒരു ഗുണമില്ല അമ്മേ. അങ്ങനെ കൊണ്ട് ശല്യമില്ല, പക്ഷേ വേറൊന്നിനും കൊള്ളില്ല. അമ്മയ്ക്കറിയാമല്ലോ, കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെയും ഭർത്താവിൽ നിന്ന് ഒരു സന്തോഷം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അവനൊന്നുമില്ലേ എന്ന് ചോദിച്ചപ്പോൾ, എനിക്കറിയില്ല എൻ്റെ അമ്മേ, ജസ്റ്റ് കെട്ടിപ്പിടിച്ച് കിടക്കും, അതിനൊന്നും പ്രശ്നമില്ല. അല്ലാതെ കൊച്ചു കുട്ടികളെ പോലെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അമ്മ പറയുന്നു, എടി, നിനക്ക് അങ്ങോട്ട് കയറി ഒന്ന് എക്സ്പ്രസ് ചെയ്യാൻ വയ്യായിരുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ ചേച്ചി പറഞ്ഞു, അതൊക്കെ ഞാൻ ട്രൈ ചെയ്ത അമ്മേ. അമ്മ പറയാതെ എനിക്കറിയാമല്ലോ, ഞാൻ മാക്സിമം ശ്രമിച്ചു നോക്കി. പക്ഷേ അങ്ങേരെ കൊണ്ട് ഒന്നും പറ്റും തോന്നില്ല. അതുമാത്രമല്ല, ഒരു രീതിയിലുമുള്ള ഒരു ഉയർച്ച അയാൾക്കില്ല. അതുമാത്രമല്ല, ഇനിയിപ്പോൾ ഉയർച്ചയുണ്ടായാലും അതുകൊണ്ട് ഗുണമില്ല അമ്മേ. എന്താ നീ പറഞ്ഞത്? അമ്മയോട് ഞാൻ പച്ചയ്ക്ക് എങ്ങനെയാണ് പറയുന്നത്? ഒന്നുമില്ല എന്ന് പറഞ്ഞതാകും ശരി. അപ്പോൾ ഉയർച്ചയുണ്ടായിട്ടും എനിക്ക് ഗുണമില്ല. ചുരുക്കം പറഞ്ഞാൽ കുട്ടികളുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ കുറേ കാലം ഞാനവിടെ വേലക്കാരിയായിട്ട് നിൽക്കും. അവസാനം പൈസ കുറച്ച് തന്ന് അവരെന്നെ പറഞ്ഞു വിടും. അമ്മായിമ്മ എന്നോട് ചോദിച്ചു, എടി, അവൻ എങ്ങനെയുണ്ട്, മെച്ചപ്പെട്ടോന്ന്? ഞാൻ മെച്ചപ്പെട്ടെന്നും ഞങ്ങൾ തമ്മിൽ വല്ലപ്പോഴെങ്കിലും എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടെന്നാണ് ഞാൻ അമ്മായിമ്മയോട് പറഞ്ഞത്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മ പറഞ്ഞു, അത് കൊള്ളാം മോളെ, നീ എങ്ങനെ പറഞ്ഞത്? നീ മിടുക്കിയാണ്, നിനക്ക് പിടിച്ചു നിൽക്കാറിയാം. അല്ലമ്മേ, സ്വന്തം മകൻ കൊള്ളില്ലെന്ന് അവരുടെ അമ്മയോട് എങ്ങനെയാണ് പറയുന്നത്? അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാണ്. എടി, അത് നല്ലതാ. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? എടി, ഏതെങ്കിലും സമയത്ത് നിനക്കിനി വേറെ ആരെങ്കിലുമായിട്ടും രഹസ്യമായി പ്രേമമോ എല്ലാം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കൊച്ചുണ്ടായെന്ന് പറഞ്ഞാലും ലാഭമാണല്ലോ. ഭർത്താവുമായിട്ട് നിനക്ക് ബന്ധമുണ്ടെന്ന് നീ നേരത്തെ പറഞ്ഞല്ലോ. ഓടുന്ന പട്ടിക്ക് 1 മുഴം മുൻപേ എറിയുന്നൊരു മിടുക്കിയാ നീ എന്ന് അമ്മ അഭിനന്ദിച്ചപ്പോൾ ചേച്ചി പറയുന്നു, ഇത്രയ്ക്കൊന്നും ഞാൻ ഓർത്തില്ല കേട്ടോ. അമ്മ ഭയങ്കര മിടുക്കിയാണല്ലോ. എന്നിട്ട് അമ്മ എന്താ വലിയ പണക്കാരിയാകാഞ്ഞതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അമ്മ, എൻ്റെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു, എൻ്റെ മകളെങ്കിലും നന്നാകട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അതൊരു കുറ്റമാണോടി എന്നൊക്കെ ചോദിച്ച് 2 പേരും കൂടെ ഉടക്കുമുണ്ട്, എന്നാൽ സ്നേഹമുണ്ട്. ഇവർ 2 പേരും വമ്പൻ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന 2 കള്ളുകളാണെന്ന് ആ സമയത്ത് എനിക്ക് തോന്നി.
തോന്നി. ബാക്കിയുള്ള ചില കാര്യങ്ങൾ ഞാൻ കേട്ടു മാഡം. പിന്നീട് ഒരു ദിവസം ചേച്ചി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഇങ്ങനെ അമ്മ പറഞ്ഞത് കേട്ടിട്ട് ചേച്ചി ഒന്നും ചെയ്യരുത്. ഞാൻ നിങ്ങൾ രണ്ടുപേരും കൂടെ പറയുന്നത് കേട്ടു. എടാ, നമ്മുടെ അമ്മ എന്ത് കാര്യത്തിനും കൂട്ടി നിൽക്കുന്നവളാണെന്ന് അറിയാമല്ലോ. പുള്ളിക്കാരിക്ക് ആരും അറിയില്ലെന്നുള്ളൂ. എന്ത് കളത്തിനും വേണമെങ്കിലും കാണിക്കും. പക്ഷേ അമ്മ പറയുന്ന എല്ലാ കാര്യങ്ങളൊന്നും ഞാൻ അനുസരിക്കില്ല. എനിക്ക് വേറെ ആരുടെ പ്രേമം തോന്നിട്ടില്ല, സ്നേഹം തോന്നിട്ടില്ല. എനിക്ക് ഈ വീടിനോട് കൂറുള്ളത് കൊണ്ടാണ് ഞാൻ അമ്മ പറഞ്ഞതിന് സമ്മതിച്ചത്. അമ്മ പറഞ്ഞ എല്ലാ കളത്തിനങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് മറ്റൊരാളുമായിട്ട് ബന്ധം ഉണ്ടാക്കാനൊന്നും തോന്നുന്നില്ല. അങ്ങനെ ഞാൻ ചെയ്യുമെന്നും തോന്നുന്നില്ല. എനിക്കതിനുള്ള ഒരാഗ്രഹം വന്നു തുടങ്ങിയിട്ടില്ല. ഇനിയിപ്പോൾ ഭാവിയിൽ ഉണ്ടാവുമെന്നറിയില്ല. ഒരാളെ കണ്ട് ഇഷ്ടപ്പെട്ട് ആരും അറിയാതെ രഹസ്യബന്ധം ഉണ്ടാക്കണമെന്ന് നിശ്ചയിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ അങ്ങനെ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പോയേക്കാം. അത്രയേ ഉള്ളൂ. അല്ലാതെ അമ്മ പറയുന്നത് പോലെ എടുത്തു ചാടിയതും ചെയ്യാൻ എനിക്ക് പറ്റില്ല. ചേച്ചി ട്രീറ്റ്മെൻറ്റ് ചെയ്ത ആൾ ശരിയാകില്ലേ? എടാ, വലിയ വലിയ ഹോസ്പിറ്റലിൽ കാണിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നൊരു കുടുംബമല്ലേ അത്. ഇനി എവിടെ കൊണ്ടുപോകാനാ ചേച്ചി? അതല്ല, ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ടുപോയിട്ട് മറ്റു കാര്യങ്ങളൊക്കെ കുട്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുമോ നോക്കരുതോ? ആ, അത് ശരിയാടാ, ഇനി അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഒരു ദിവസം ചേച്ചി പറഞ്ഞു, എടാ ഈ പുള്ളി ഡോക്ടറെ അടുത്ത് പോയാലും ഒന്നിനും സഹകരിക്കില്ല. എന്തെങ്കിലും ഒരു സംഗതി എടുത്തു കൊടുത്തിട്ടല്ലേ അതിൽ നിന്ന് വേർതിരിച്ച് എന്നിലേക്ക് നിക്ഷേപിച്ച് കാര്യങ്ങൾ റെഡിയാക്കാൻ പറ്റുകയുള്ളൂ. അതിനൊന്നും തയ്യാറല്ല. എന്നാലും ട്രൈ ചെയ്യണം ചേച്ചി എന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചി ട്രൈ ചെയ്യാമെന്ന് പറയുകയും ചെയ്തു. ചേച്ചി ട്രീറ്റ്മെൻറ്റിനൊക്കെ പോകുമ്പോൾ അദ്ദേഹത്തെ കൊണ്ടുപോയി മറ്റു കാര്യങ്ങൾക്കുള്ള ഓപ്ഷൻസ് ഒക്കെ നോക്കി. അതൊക്കെ ഇങ്ങനെ പോകുന്നു. പക്ഷേ പുള്ളി ഒന്നിനും അങ്ങോട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്നില്ല. അതുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് എന്ന് ചേച്ചി ഒരു ദിവസം എന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 4 മാസത്തിന് മുമ്പാണ് ചേച്ചിയിൽ ചില മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങിയത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ചേച്ചിയുടെ ഭർത്താവിന് ചേച്ചിയോട് ഒരു ഇൻറ്റിമസിയൊക്കെ ഉണ്ട്. രാത്രി തനിയെ കിടന്നുറങ്ങാൻ ഇപ്പോൾ പറ്റില്ല, ചേച്ചി വേണം. അതുകൊണ്ട് തന്നെ ചേച്ചി രാത്രി 10 മണിയാകുമ്പോഴേക്കും തിരിച്ചു പോകും. രാവിലെ ഇവിടെ വരും, പക്ഷെ രാത്രി ആകുമ്പോഴേക്കും തിരിച്ചു പോകും. ബാക്കിയൊക്കെ ഇവിടെ നോക്കാൻ ആൾക്കാരൊക്കെ ഉണ്ട്. ആ സമയമാകുമ്പോഴേക്കും അമ്മായിമ്മ വലിയൊരു വാഹനം ഇടും, അതിൽ കയറി ചേച്ചി പോവുകയും ചെയ്യും. അങ്ങനെയാണ് കാര്യങ്ങൾ. ഒരു ദിവസം 7 മണിയായപ്പോഴേക്കും ചേച്ചി എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട്, ഇതൊക്കെ എന്ന് ശരിയാകുമെന്നറിയില്ല. ഇനിയിപ്പോൾ കുട്ടിയും ഭർത്താവിൽ നിന്നുള്ള സുഖവും ഇതൊന്നും മോഹിക്കാതെ ഒരു യന്ത്രം പോലെ അങ്ങ് കഴിയാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യാനാ ചേച്ചി ഇങ്ങനെ അവിടെ തുടരണ്ട, ചേച്ചിക്ക് തിരിച്ചു വരാൻ പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, വേണ്ടടാ, നമുക്കൊത്തിരി ഗുണങ്ങളുണ്ട്. അമ്മ പറഞ്ഞത് കറക്റ്റാണ്. നിനക്ക് നല്ല ജോലി കിട്ടട്ടെ, അപ്പോൾ പിന്നെ മടങ്ങി വരുന്ന കാര്യം ഞാൻ ആലോചിക്കാം. അതുവരെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ചേച്ചി പെട്ടെന്ന് എൻ്റെ ദേഹത്തേക്ക് ചേർന്ന് കിടന്നു. ഞാൻ സ്വാഭാവികമാണെന്ന് കരുതി. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി എൻ്റെ കഴുത്തിലും മൂക്കിലുമൊക്കെ തലോടിക്കൊണ്ട് പറയുകയാണ്, ശരിക്കും ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്കവിടെ ഒരു സ്ഥാനം കിട്ടും. ആ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ പക്ഷേ അദ്ദേഹത്തെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. മറ്റു ബന്ധങ്ങൾ ഉണ്ടാക്കുക ചേച്ചി, അത് റിസ്ക് ആണെന്ന്. അപ്പം ചേച്ചി പറഞ്ഞു, എനിക്കത് അറിയാം, പക്ഷെ ഞാനിപ്പോഴും ഓർക്കുകയാണ്, നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒരു കരക്കെത്തിക്കാം. ചേച്ചി എന്താ പറഞ്ഞത്, എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിയുമ്പോഴേക്കും ചേച്ചി എൻ്റെ മുഖം പിടിച്ച് തിരിച്ചിട്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിൻ്റെ ലാപ്ടോപ്പ് ഞാനൊന്ന് നോക്കിയായിരുന്നു, എനിക്ക് അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി. എന്താ ചേച്ചി? എടാ, അതിനകത്ത് ഫോൾഡറിനകത്ത് എത്രയോ വീഡിയോസാണ് നീ സേവ് ചെയ്തിട്ടിരിക്കുന്നത്. ഇതൊന്നും ഞാൻ കണ്ടുപിടിക്കില്ല എന്ന് കരുതിയോ? ചേച്ചി എങ്ങനെയാണ് എൻ്റെ പാസ്വേഡ് മനസ്സിലാക്കിയതും? നിൻ്റെ പാസ്വേഡ് അതൊക്കെ ഞാൻ ന്യൂട്രൽ മനസ്സിലാക്കി അതിനകത്ത് കയറിയാന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, നീ ഇത്രയധികം വീഡിയോകളുടെ ആരാധകനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. നീ ഒരു കൊച്ചു കള്ളനാണ്. ആവശ്യത്തിലധികം മോഹം നിനക്കുണ്ട്. പിന്നെ എന്ന് രാത്രി ഇത് കണ്ടിട്ട് നീ എന്താണ് ചെയ്യുന്നതെന്നും കാട്ടിക്കൂട്ടുന്നതും എനിക്ക് നന്നായിട്ട് അറിയാം. ചേച്ചി എന്തിനാ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്? അതൊക്കെ എൻ്റെ പ്രൈവസി അല്ലേ? എന്ത് പ്രൈവസിയാ? പ്രൈവറ്റായ കാര്യങ്ങളല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്? എൻ്റെ പ്രൈവസി മുഴുവൻ ഞാൻ നിന്നോട് പറയുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ എന്തിനാണ് നിൻ്റെ പ്രൈവസിക്ക് ഇത്ര വലിയൊരു പ്രാധാന്യം? ഇവിടെ നമ്മൾ തമ്മിൽ അങ്ങനെ വലിയ പ്രൈവസി ഒന്നും വേണ്ട മോനെ കേട്ടോ. എൻ്റെ പൊന്നു ചേച്ചി, ഇതൊക്കെ സ്വകാര്യമായിട്ട് എല്ലാവരും കാണാറില്ലേ? ചേച്ചിയും കാണാറില്ലേ? ഈ വീഡിയോ ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാനല്ലേ എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, അതൊക്കെ കറക്റ്റാണ്. പക്ഷേ ഞാൻ പിന്നീട് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഡെയിലി നീ ഈ വീഡിയോ കണ്ടിട്ട് വെറുതെ ഒഴുക്കി കളയുന്നു. അപ്പോൾ എനിക്ക് പല ഗുണങ്ങളും അതിൽ നിന്നുണ്ടാകില്ലേ? ചേച്ചി എന്താ പറഞ്ഞത്? പച്ചക്ക് ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലായില്ലേ? വെറുതെ നീ എന്തിനാണ് ഇങ്ങനെ വല്ല പെണ്ണുങ്ങളെ കണ്ടിട്ട് നിൻ്റെ കാര്യങ്ങളൊക്കെ കിടക്കുന്നത്? അതെല്ലാം വേസ്റ്റായി പോകുകയില്ലേ? ഒരു പുരുഷൻ, ആ പുരുഷൻ്റെ സ്വാതന്ത്ര്യവും തുണയും എനിക്ക് വേണം, വലിയൊരു യജ്ഞം വിജയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാഴ്വസ്തുക്കളിൽ നിന്ന് ഒരു സഹായം, അത്രയേ ഉള്ളൂ. ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നത്? എന്തായാലും
പാഴാക്കുകയാണ്. അപ്പോൾ എനിക്കത് ഉപകാരപ്പെടട്ടെ ചേച്ചി. അതൊന്നും ലോകത്തിൽ നടക്കാത്ത കാര്യമാണ്. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മഹാപാവമാണ് എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, പാവവും പുണ്യമൊന്നും ഇവിടെ ഇല്ലടാ. ഇനിയിപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല. എന്തായാലും നീ എന്നെ സഹായിച്ചേ പറ്റുകയുള്ളൂ. ചേച്ചി എന്താ പറഞ്ഞത്? ഇതൊക്കെ എങ്ങനെ നടക്കും? നമ്മൾ തമ്മിൽ അങ്ങനൊരു ബന്ധം ഉണ്ടാകുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, ആ ശരി, ബന്ധമൊന്നും വേണ്ട. പാഴ്വസ്തുക്കളിൽ നിന്ന് ഗുണകരമായ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാക്കാം. അതങ്ങ് ശേഖരിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയാകില്ല, ഇത് ഒട്ടും ശരിയാകില്ല എന്ന് പറഞ്ഞ് ഒത്തിരി ഞാൻ ചേച്ചിയെ വെറുപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ചേച്ചി ഇപ്പോൾ കൂടുതൽ എന്നോട് അടുത്തു. എടാ, ഇതൊക്കെ എനിക്ക് നിനക്ക് ഗുണമുണ്ടാകുന്ന കാര്യമാണ്. നീ ഇനി മുന്നും പിന്നും നോക്കേണ്ട കാര്യമില്ല. അന്യൊരു പുരുഷനാണെങ്കിലല്ലേ ഉള്ളൂ പ്രശ്നം. കുട്ടിക്ക് നിന്റെ മുഖം ഉണ്ടായിരുന്ന പ്രശ്നം ഒരു പ്രശ്നവുമില്ല. അമ്മാവിൻ്റെ മുഖം അനന്തരവന് വരില്ലേ, അനന്തരവൾക്ക് വരില്ലേ, ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു. ചേച്ചി ഇത് വേണ്ട, തീക്കളിയാണെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, തീക്കളിയാണ് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് തീ നന്നായി ആൾ കത്തണം, എങ്കിലേ നമുക്ക് കാര്യങ്ങൾ ശരിയാകുള്ളൂ കൂട്ടാ എന്ന് പറഞ്ഞ് ചേച്ചി എൻ്റെ അടുത്ത് വന്നു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് വരുമ്പോഴുള്ള ചേച്ചി എന്നെ ഗതി മാറി കടന്ന് അതിർവരുമ്പോൾ കടന്ന് വന്നിട്ട് എന്നോട് പറയും, ഇത് നടക്കണം, നടന്നേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് ചേച്ചി പലപ്പോഴും പല അതിരുകളും ഭേദിച്ച് എന്നിലേക്ക് ഒഴുകാൻ തുടങ്ങി. ഞാനിത് അമ്മയോട് പറഞ്ഞപ്പോഴേക്കും ചേച്ചി പൊട്ടിച്ചിരിച്ചു. അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അത് മഹാഭാഗ്യമായിട്ട് കരുതും എന്ന് പറഞ്ഞ് ചേച്ചി പിന്നെയും എന്നിലേക്ക് അടുത്തു. വേണ്ടാന്ന് പറഞ്ഞിട്ടും പലപ്പോഴും ചേച്ചി പറഞ്ഞു, എടാ നിനക്ക് പറ്റില്ലെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാം. എല്ലാം ഒന്ന് ശേഖരിക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ സംഗതികളൊന്നുമില്ലാതെ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞു പലപ്പോഴും ഞാൻ കൈ തട്ടി മാറ്റി. പക്ഷേ കൈകൾ അടങ്ങിയിരിക്കാത്ത ചേച്ചി ഓടി വന്ന് എന്നോട് ഭയങ്കര സാന്ദ്രം കാണിക്കുന്നു. പല രീതിയിലും മുട്ടിയുരസുന്നു. അതുമാത്രമല്ല എനിക്ക് വേണ്ടി പല പ്രദർശനങ്ങളും നടത്തുന്നു. അങ്ങനെയായി കഴിഞ്ഞപ്പോഴേക്കും നാണമെന്നുള്ള കാര്യം പതുക്കെ ഞങ്ങൾക്കിടയിൽ ഇല്ലാതാകിയായിരുന്നു. ആദ്യം ചേച്ചി പറഞ്ഞത് വെറും ഒരു കൈ സഹായം, പിന്നെ ശേഖരിക്കുന്നു. അത് കഴിഞ്ഞ ശേഷം ചേച്ചി തന്നെ അതെങ്ങനെയെങ്കിലും ഓക്കെ ആക്കിക്കോളാന്നാണ് പറഞ്ഞത്. പക്ഷേ ആദ്യവട്ടം ചേച്ചി എല്ലാം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എന്തായാലും ഇപ്പോൾ നീ എൻ്റെ വഴിക്ക് വന്നു, ഇനിയിപ്പോൾ എന്തിനാണ് വെറുതെ ശേഖരിക്കുക നിക്ഷേപിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കേണ്ട കാര്യമില്ല, നമുക്ക് ഡയറക്റ്റ് ആകാം. ഞാൻ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, ഇനിയിപ്പോൾ നാണം നോക്കിയിട്ടൊരു കാര്യമില്ല കുട്ടാ, നമുക്ക് നമ്മുടെ കാര്യം നോക്കാമെന്ന് പറഞ്ഞ് ചേച്ചി തന്നെയാണ് ഒരു രാജഹംസമായി എൻ്റെ അടുത്തേക്ക് നീന്തി വന്നത്. പിന്നീട് പുഴയിൽ തുഴയാൻ ചേച്ചിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. ഞാൻ വേണ്ടെന്ന് ആദ്യമൊക്കെ പറഞ്ഞപ്പോഴും ചേച്ചി പറഞ്ഞു, വേണ്ടെന്ന് നീ പറയെങ്കിലും കാര്യങ്ങളൊക്കെ നല്ല ഉത്തുംഗ ശൃംഗങ്ങൾ പോലെ നിൽക്കുകയാണല്ലോ. അങ്ങനെയാണെങ്കിൽ താല്പര്യമില്ലെങ്കിൽ ഒരു രീതിയിലും നിനക്ക് ഒരു തെളിവും ഇവിടെ കാണേണ്ടതല്ലോ. ഇതിപ്പോൾ ഞാൻ വരുമ്പോൾ തന്നെ ഫുൾ ഫോമിലാണല്ലോ എന്ന് ചേച്ചി പറഞ്ഞു. അതെനിക്ക് വല്ലാത്തൊരു അപമാനമായിരുന്നു. ശരിയാണ് മാഡം, വേണ്ടെന്ന് ഞാൻ വായകൊണ്ട് പറയുന്നു. പക്ഷേ മറ്റു കാര്യങ്ങളൊന്നും നിയന്ത്രിക്കാൻ എനിക്കാകുന്നില്ല. അത് തന്നെ ചേച്ചി 10 വട്ടം എന്നെ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചിലപ്പോൾ ഇതെല്ലാം ഓക്കെ ആകുമെന്ന് വിചാരിച്ചു. പക്ഷെ ഒരിക്കലും ഓക്കെ ആയില്ല. ചേച്ചി അടവുകൾ 18മായി എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ അതിനനുസരിച്ച് ഉയർന്നു പൊങ്ങുന്നു. അതോടുകൂടി ചേച്ചി പറഞ്ഞു, എടാ ആണെപ്പോഴും ആണ് തന്നെയാണ്, എൻ്റെ ഭർത്താവ് ആണല്ല. അതുകൊണ്ടാണ് അവിടെ പ്രശ്നങ്ങൾ. ഇവിടെ ഇപ്പോൾ നീ ആണായതുകൊണ്ട് എനിക്ക് നിനക്കും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പ്രയോജനം മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് പോനെ നീ ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞു. പിന്നീട് ചേച്ചി ഒരു പുഴ പോലെ ഒഴുകുകയായിരുന്നു. ചേച്ചി വന്നു കഴിയുമ്പോൾ ഒരു 6 ആകുമ്പോഴേക്കും എൻ്റെ അമ്മയുടെ ഒരു കൂട്ടുകാരി അടുത്ത് താമസിക്കുന്നുണ്ട്. അവിടേക്കങ്ങ് പോകും. ചുമ്മാ സംസാരിച്ചിരുന്നിട്ട് 9 മണിയൊക്കെ ആകുമ്പോഴാണ് തിരിച്ചു വരുന്നത്. ഇത് സ്ഥിരമായി കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിക്കും ആവേശം വർദ്ധിച്ചു. ഞാൻ പറഞ്ഞു, ചേച്ചി എന്തൊരു ദുരൂഹതയുണ്ട്, അമ്മ നമുക്ക് കറക്റ്റ് അവസരമുണ്ടാക്കി തരുന്ന പോലെ ഇറങ്ങിപ്പോവുകയാണല്ലോ എന്ന്. അപ്പോൾ ചേച്ചി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ അതിനെക്കുറിച്ച് ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അമ്മയാണ് ഇതിൻ്റെ എല്ലാം മാസ്റ്റർ ബ്രെയിൻ. ഒരു പ്രശ്നവുമില്ല. പിന്നെ നീ നിൻ്റെ കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേ. എടാ നീ എന്തൊക്കെ ഫിലോസഫി പറഞ്ഞെന്ന് പറഞ്ഞാലും നിനക്ക് കാര്യങ്ങൾ ഓക്കെ നടക്കുന്നുണ്ടല്ലോ. അല്ലായിരുന്നെങ്കിൽ നീ ഇവിടുന്ന് എഴുന്നേറ്റ് ഓടിപ്പോകേണ്ടതല്ലേ. അങ്ങനെ നീ ചെയ്യുന്നില്ല. അപ്പോൾ നിൻ്റെ ഉള്ളിൽ തന്നെ നല്ലൊരു വൈബുണ്ട്. ആ വൈബ് എന്നും അങ്ങ് കണ്ടാൽ മതി. ചേച്ചിക്കും നിനക്കും അമ്മയ്ക്കുമൊക്കെ സമ്പന്നരായി എന്നും കഴിയാൻ മോനെ. നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ലേ എന്ന് പറഞ്ഞ് ചേച്ചി ആർത്തളിച്ച് തുള്ളുകയായിരുന്നു. ചേച്ചി കളത്തിലിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തുള്ളൽക്കാരിയാണെന്ന് പറയില്ല, കലാകാരിയാണെന്നേ പറയുകയുള്ളൂ. ഞാനും ആ മോഹവലയത്തിൽ വീണു പോകും. ചേച്ചി പറയും, ഞാൻ ചക്കാട്ടാൻ വരുന്ന ഒരു സ്ത്രീയാണെന്ന് വിചാരിച്ചോളൂ. അതായത് ഞാൻ കൊണ്ടുവരുന്ന തേങ്ങ ചക്കിലിട്ടാട്ടി എനിക്ക് ഏറ്റവും അധികം വെളിച്ചെണ്ണ വേണം.
ഊറ്റിയെടുക്കണം വെളിച്ചെണ്ണ എന്ന് പറഞ്ഞു വരുന്നൊരു സ്ത്രീയാണെന്ന് വിചാരിച്ചാൽ മതി. ഒരു ചക്കിൻ്റെ മുതലാളിയാണ് നീ, എനിക്ക് മാക്സിമം ഫലം പിഴിഞ്ഞു കിട്ടണം എന്ന് പറഞ്ഞ് ചേച്ചി നടനമാടുമ്പോൾ പിന്നെ എന്ത് ചെയ്യാനാണ് മാഡം? ആദ്യമൊക്കെ എന്നും തെറ്റാണെന്ന് എനിക്ക് തോന്നി. പക്ഷേ കൂടുതൽ അടുത്ത് കഴിഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, എടാ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പുരുഷനാണ് നീ. നമ്മൾ സമ്പത്തുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യത്തിന് ഇറങ്ങിയത്. എങ്കിൽ പോലും ഇപ്പോൾ എനിക്ക് നിന്നോട് മാനസികമായ നല്ല ഇഷ്ടമുണ്ട്. ചേച്ചിയെ നീ ഉപേക്ഷിക്കരുതെന്ന് പറഞ്ഞു മാഡം. അന്നത്തെ ദിവസം എന്താണെന്നറിയില്ല, എനിക്കും വല്ലാത്തൊരു ഉന്മേഷം തോന്നി. തെറ്റിൽ നിന്നും ഞങ്ങൾ തെറ്റിലേക്ക് വഴുതി വീഴുകയായിരുന്നു. പിന്നീട് അമ്മ ഞങ്ങളോട് രണ്ടുപേരോടും തുറന്നു സംസാരിച്ചു. ഇനിയിപ്പോൾ നിങ്ങളായി നിങ്ങളുടെ പാടായി ഫലമുണ്ടാക്കിയെടുക്കുന്നത് വരെ നിങ്ങൾ ജാഗരൂകരായിരിക്കണം എന്ന് പറഞ്ഞു മാഡം. ചേച്ചിയുടെ വീട്ടിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകും, ചേച്ചിയുമായിട്ട് ഷോപ്പിങ്ങിനൊക്കെ പോകും. അവിടെ എല്ലാവർക്കും കാര്യം തന്നെയാണ്. അവിടുത്തെ അമ്മ പറയും, മോനെ എങ്ങനെയെങ്കിലും ഇവർക്കൊരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് നന്നായേനെ എന്ന് പറയുമ്പോൾ ഞാൻ പറയും, ഉണ്ടാകും അമ്മേ. അങ്ങനെ പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കും. എന്തായാലും മാഡം തുടർച്ചയായി 3 മാസങ്ങളുടെ ശ്രമഫലമായിട്ടാണ് കാര്യങ്ങൾ ഒരു വഴിക്കെത്തിയത്. ഇപ്പോൾ ആ സന്തോഷ വാർത്ത എത്തിക്കഴിഞ്ഞു. അമ്മയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്ത് ഒത്തിരി കാര്യങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അമ്മ ആ സമയത്ത് മുങ്ങിക്കളയുന്നത് ഉൾപ്പെടെ അമ്മ എല്ലാത്തിനും ചുക്കാൻ പിടിച്ചെന്ന് എനിക്ക് നന്നായിട്ടറിയാം മാഡം. ഇപ്പോൾ ചേച്ചിയുടെ ഭർത്താവിൻ്റെ ഫാമിലി ഭയങ്കര സന്തോഷത്തിലാണ്. അവർ തേയിലാണ് ചേച്ചിയെ കൊണ്ട് നടക്കുന്നത്. ചേച്ചിയാണെങ്കിൽ ദിവസവും എല്ലാ കാര്യങ്ങളും എന്നോട് ഷെയർ ചെയ്യാറുണ്ട്. നമ്മുടെ രഹസ്യം നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കണമെന്ന് ചേച്ചി എപ്പോഴും പറയും. എന്തായാലും സക്സസ് ആയ ഘട്ടത്തിലാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം അമ്മ എന്നോട് സംസാരിച്ചു, എന്തായാലും നമ്മൾ ചെയ്യുന്നത് ഒട്ടും നീതിക്ക് നിരക്കാത്ത കാര്യങ്ങളാണെങ്കിലും നമുക്ക് നന്നായി ജീവിക്കണം, പണം വേണം, ഇതല്ലാതെ വേറൊരു വഴി കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അവൾക്കിത് പറഞ്ഞു കൊടുത്തത്. എന്തായാലും മോനെ, നീ അതിന് കൂട്ടി നിന്നല്ലോ, ഒത്തിരി നന്ദിയുണ്ട്. നമുക്ക് എത്രയൊക്കെ ആൾക്കാർ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും പണം മാത്രം തരില്ല, അവരെ കുറ്റപ്പെടുത്താൻ കാണും. അതുകൊണ്ട് നമ്മളുടെ രഹസ്യങ്ങൾ ആരോടും പറയരുത്. നമ്മൾ പണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടേതായ രീതികൾ പിന്തുടരുക. ഇപ്പോൾ ആരും നമ്മൾ ദ്രോഹിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇതിന് ദ്രോഹമാണെങ്കിലും യഥാർത്ഥത്തിൽ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ ഇടയില്ല. അതുകൊണ്ട് എല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻ്റായിട്ട് പോകണം. അത് കഴിഞ്ഞ ശേഷം അമ്മ പറഞ്ഞു, കുട്ടിയൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് നീ നിൻ്റെ ചേച്ചിയിൽ നിന്ന് അകന്നു നിൽക്കണം, എന്നിട്ട് നിൻ്റെ ജീവിതം നോക്കണം. നിങ്ങൾ തമ്മിൽ മാനസികമായ എന്തെങ്കിലും അടുപ്പമുണ്ടെങ്കിൽ അത് ഇനി വേണ്ട, മറ്റടുപ്പങ്ങളും വേണ്ട, ഒരു കുട്ടിയെങ്കിലും വേണം, അത്രയും മതി. അല്ലാതെ വേറൊന്നും നമുക്ക് വേണ്ട. അവൾ അവിടെ സെറ്റിലായിക്കോളും. ഇനി അവൾ വേണമെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും നോക്കിക്കോളും. ഇതോടുകൂടി നമ്മുടെ പദ്ധതിയും പ്ലാനും അവസാനിച്ചു നമ്മ പറഞ്ഞു. ഞാനത് കേട്ട് തലയാട്ടിയെങ്കിലും എൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നുമല്ല. ഞാനും ചേച്ചിയും തമ്മിൽ ഇപ്പോഴും വളരെ അടുപ്പത്തിലാണ് സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുറ്റബോധം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം നിർത്താനാകില്ല. അമ്മ പറഞ്ഞത് കേട്ട് ഞാൻ ചേച്ചിയോട് പറഞ്ഞപ്പോൾ ചേച്ചിയോട് പറഞ്ഞു, അമ്മ അങ്ങനെ പല കാര്യങ്ങളും പറയും, എല്ലാം ഒന്നും നമ്മൾ അനുസരിക്കില്ല. അതിലെ കാതലായ കാര്യങ്ങൾ മാത്രമേ അനുസരിക്കുകയുള്ളൂ. നിനക്ക് വേറെ ജീവിതം വേണ്ട, ഞാൻ കൂടെ ഉണ്ടാകുമെന്നാണ് ചേച്ചി പറഞ്ഞത്. ഇപ്പോൾ എല്ലാവരും സന്തോഷത്തിലാണെങ്കിലും ഭാവിയിൽ ഇതൊക്കെ പ്രശ്നമാകില്ലേ മാഡം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എന്തു പറഞ്ഞ് തിരുത്താനാണ്? ഇതിലിപ്പോൾ ഏതെങ്കിലും ഒരു നല്ല കാര്യമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ഒരു നല്ല കാര്യമല്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ കിടന്ന് പ്രസംഗിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പണം നിലനിർത്താനും സമ്പത്തുണ്ടാക്കാനും ഒക്കെ വേണ്ടിയിട്ട് ആളുകൾ ഈ ഭൂമിയിൽ എന്തെല്ലാം കാണിക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ചിലപ്പോൾ ചെറിയ കഥയാകും. എന്തായാലും ഇത് ന്യായീകരിക്കാൻ തക്ക എന്തെങ്കിലും പോയിൻ്റുള്ളൊരു കഥയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന് ആ ഒരു കാര്യത്തിൽ എന്ത് മറുപടി പറയാനാണ്? ഇത് കേൾക്കുന്ന ആരും ഇത് അനുകരിക്കാനോ അല്ലെങ്കിൽ പണത്തിന് വേണ്ടി എന്തിനും തുനിഞ്ഞിറങ്ങാനോ ശ്രമിക്കരുതേ എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. കാര്യം അത് ഒരു അപജയം തന്നെയാണ്. എന്തിനാണ് അങ്ങനെ ഒരു കാര്യം വേറെ എന്തെല്ലാം വഴികളുണ്ട്. പക്ഷേ ഇത് വല്ലാത്തൊരു കുരുട്ടുബുദ്ധിയായി പോയെന്ന് എനിക്ക് പറയാനുള്ള കഥയാണെങ്കിൽ കൂടിയും. പക്ഷേ രണ്ട് വ്യക്തികൾ അവർ തമ്മിലുള്ള ജനനബന്ധം എന്താണെങ്കിലും ഇതേപോലെ റൊമാൻറ്റിക്കായി അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാലേ പിന്നെ അവരോട് നമ്മളെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. കാര്യം അവരുടെ ഉള്ളിലെ അന്തർധാര വേറെയായി മാറിക്കഴിഞ്ഞു. പിന്നീട് അവരെ അടർത്തി മാറ്റാൻ പറ്റുമോ, പിരിച്ചുവിടാൻ പറ്റുമോ, സാരോപദേശം നൽകി മാറ്റാൻ പറ്റുമോ എന്നൊന്നും നമുക്കറിയുകയില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, അവർ പറയുകയാണ് നമുക്കെന്നും ഇങ്ങനെ ഇരിക്കാം, നിനക്ക് വേറൊരു ഫാമിലിയൊന്നും വേണ്ട, നിനക്ക് ഞാൻ എപ്പോഴും കാണുമെന്നൊക്കെ സ്വന്തം ചേച്ചി പറയണമെന്നുണ്ടെങ്കിൽ അതത്ര നല്ലൊരു വഴിയായിട്ട് എനിക്ക് തോന്നുന്നില്ല.
കാര്യം എന്തൊക്കെ പദ്ധതി ഇട്ടെന്ന് പറഞ്ഞാലും അത് നേടിയെടുത്തെന്ന് പറഞ്ഞാലും ഇതിങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒത്തിരി ഭവിഷ്യത്തുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം വേണം, അവർക്ക് അവരുടെ ജീവിതമായി, അല്ലെങ്കിൽ പണം കൊണ്ട് അവർ സെറ്റിൽഡായി. അപ്പോൾ ആ പദ്ധതി കഴിഞ്ഞു എന്ന് അമ്മ പറഞ്ഞത് കറക്റ്റാണ്. അമ്മയുടെ കുശാഗര ബുദ്ധിയിൽ വരുന്ന ആ ഒരു പ്രാക്ടിക്കൽ സംഗതികളൊക്കെ നിങ്ങളുടെ കാര്യത്തിൽ ശരിയാണ്. ചെയ്യുന്നത് തെറ്റാണെങ്കിലും അമ്മ പറഞ്ഞ് പ്രാക്ടിക്കൽ വശങ്ങൾ ഇവിടെ കറക്റ്റാണ്. ഒരു പദ്ധതി ഇട്ടു, അത് കഴിഞ്ഞപ്പോൾ ആ പദ്ധതിയിൽ നിന്ന് പിന്മാറി അടുത്ത പദ്ധതി നോക്കുക. അപ്പം നിങ്ങൾ നിങ്ങളുടെ ജീവിതം നോക്കുക, അല്ലാതെ ചേച്ചിയെ നോക്കിയിരിക്കുന്നതിൽ യാതൊരു കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തെറ്റാണ്, അതിന് കാര്യമില്ല. പഠിക്കുക, ജോലി ചെയ്യുക, അതേപോലെ ഈ തരികിടകളിൽ നിന്ന് പിന്മാറി നല്ലൊരു ജീവിതം വേറെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അല്ലാതെ നമ്മൾ ഒരിക്കലും പ്രേമിക്കേണ്ടത് നമ്മുടെ വീട്ടിലുള്ളവരെ അല്ലല്ലോ, അത് സ്നേഹമാണ് വേണ്ടത്. പ്രേമം നമ്മുടെ വീട്ടിലുള്ളവരോടല്ല വേണ്ടത്. ജീവിത പങ്കാളികളെ ആരെങ്കിലും സ്വന്തം വീട്ടിൽ നിന്നാണോ കണ്ടെത്തുന്നത്? അപ്പോൾ ഒരിക്കലും അത് സാമൂഹിക ജീവിയായ മനുഷ്യന് ചേർന്നൊരു കാര്യമല്ല. നമ്മൾ സമൂഹത്തിലാണല്ലോ ജീവിക്കുന്നത്. അതുകൊണ്ട് ശരി, തെറ്റ് ചെയ്തു, ആ ഒരു മിഷൻ കംപ്ലീറ്റഡ് ആയി. ഇനിയിപ്പോൾ ദയവ് ചെയ്ത് മനസ്സ് മാറ്റുക, അതിൻ്റെ ഒന്നും പുറകെ പോകാതിരിക്കുക, സ്വന്തം ജീവിതം നോക്കുക. ഇനിയെങ്കിലും തെറ്റുകളിൽ നിന്ന് കരകയറി നല്ല വ്യക്തിയാകുക. അതിന് പറ്റിയില്ലെങ്കിൽ, സ്വയം പറ്റിയില്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് പോകുക എന്നാണ് എനിക്ക് പറയാനുള്ളത്.